സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 57-ാമത് എപ്പിസോഡിൽ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. പ്രശസ്ത സംഗീതജ്ഞനായ ശ്രീനിവാസൻ സാറാണ് ഇത്തവണ ഗസ്റ്റായി എത്തിയിട്ടുള്ളത്. വിദേശത്തായിരുന്ന കോൺവെന്റ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയായ വിധു പ്രതാപ് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സീനിയേഴ്സായ സ്റ്റാർ സിംഗർ സീസൺ 9 താരങ്ങൾ കൂടി എത്തുന്നു എന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്റ്റാർ സിംഗർ സീസൺ 9 വൻ ഹിറ്റായ ഒരു സീസൺ ആയിരുന്നു. അതിനോടൊപ്പം എത്താൻ ഇതുവരെ സീസൺ 10 ആയിട്ടില്ല. സീസൺ 9-ലെ 8 പേരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. സീനിയേഴ്സ് വേഴ്സസ് ജൂനിയേഴ്സ് മത്സരിക്കുന്ന ഡബിൾ ധമാക്ക റൗണ്ടിൽ ആദ്യമായി പാടാനെത്തുന്നത് ബൽറാമും വൈശാഖനുമാണ്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ നാദരൂപിണി ശങ്കരി പാഹിമാം എന്നു തുടങ്ങുന്ന മനോഹര ഗാനമാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് മത്സരിച്ചു പാടുന്നത്. രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തത്. 99.5 മാർക്കാണ് വൈശാഖന് ലഭിച്ചത്. അടുത്തതായി ഡബിൾ ധമാക്ക റൗണ്ടിൽ പാടാനെത്തുന്നത് അനുശ്രീയും വിധുരാജുമാണ്. തുലാവർഷം എന്ന പഴയകാല ചിത്രത്തിലെ യമുനെ നീയൊഴുകൂ എന്ന ഗാനമാണ് അനുശ്രീയും വിധുരാജും ചേർന്ന് പാടുന്നത്. ജാനകി അമ്മയുടെ പാട്ടുകൾ അതിമനോഹരമായി പാടാറുള്ള അനുശ്രീ വിധുരാജിനെ വളരെ മികച്ച രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. മനോഹരമായി അവതരിപ്പിച്ച ഈ ഗാനത്തിന് വിധുവിന് ലഭിച്ചത് 99.5 മാർക്കാണ്. അടുത്തതായി ഡബിൾ ധമാക്ക റൗണ്ടിൽ പാടാനെത്തുന്നത് ഭവിനും ഗായത്രിയുമാണ്. താരാട്ട് എന്ന ചിത്രത്തിലെ ദാസേട്ടനും ജാനകി അമ്മയും ചേർന്ന് മത്സരിച്ചു പാടിയ രാഗങ്ങളെ മോഹങ്ങളെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയത്. എക്സ്പ്രഷൻസ് ഒട്ടും ചോർന്നു പോവാതെ തന്നെ മികച്ച രീതിയിലാണ് രണ്ടുപേരും ഈ ഗാനം അവതരിപ്പിച്ചത്. 98.5 മാർക്കാണ് ഗായത്രിക്ക് ഈ ഗാനത്തിന് നേടാനായത്. ഈ എപ്പിസോഡിൽ അവസാനമായി പാടാനെത്തുന്നത് അരവിന്ദും കൃഷ്ണശ്രീയും ചേർന്നാണ്. ശങ്കർ മഹാദേവനും ശ്രേയാ ഘോഷലും ചേർന്നു പാടിയ വെയിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇവർ രണ്ടുപേരും സെലക്ട് ചെയ്തിട്ടുള്ളത്. ഉരുഹുദേ മരുഹുദേ ഒരേ പാർവയാലെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഈ ഗാനം മികച്ച രീതിയിൽ രണ്ടുപേരും കൂടി ചേർന്ന് അവതരിപ്പിച്ചു. സീസൺ 9-ന്റെ ടൈറ്റിൽ വിന്നർ കൂടിയായ അരവിന്ദിനൊപ്പം മത്സരിച്ച് പാടിയ കൃഷ്ണശ്രീക്ക് ഗോൾഡൻ സ്റ്റാറാണ് ഈ പാട്ടിന് ലഭിച്ചത്. ഗുരുകുലത്തിന് 198 മാർക്ക് ലഭിച്ചപ്പോൾ കോൺവെന്റ് സ്കൂളിന് 199.5 മാർക്കാണ് ലഭിച്ചത്. ഈ എപ്പിസോഡിലെ വിജയ് കോൺവെന്റ് സ്കൂളാണ്. മിൻസാരപ്പൂവേ എന്ന് തുടങ്ങുന്ന മനോഹരമായ തമിഴ് സൂപ്പർ ഹിറ്റ് ഗാനം ശ്വേതയും ശ്രീനിവാസൻ സാറും കൂടി അതിമനോഹരമായി ആലപിച്ചു. ഇന്നത്തെ ടോപ്പ് പെർഫോമറായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കൃഷ്ണശ്രീയെയാണ്. വിധുരാജും കൃഷ്ണശ്രീയുമാണ് പെർഫോമർ ഓഫ് ദ വീക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഗോൾഡൻ മൊമെന്റ് ഓഫ് ദ വീക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അരവിന്ദും കൃഷ്ണശ്രീയും ചേർന്ന് പാടിയ ഈ മനോഹരമായ ഗാനം തന്നെയാണ്. സീസൺ 9 താരങ്ങളോടൊപ്പമുള്ള മികച്ച പെർഫോമൻസുകൾ ഇനിയും വരാനിരിക്കുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.